പറയാനൊരു സാവകാശം കിട്ടാൻ വേണ്ടി പിന്നാലെ നടന്നതാ. സാറ് തിരക്കുന്ന സാറിന്റെ ഭാര്യ ഞങ്ങളുടെ കൂടെ ഉണ്ട്. എന്റെ ഭാര്യയോ? ആ, സാറിന്റെ ഭാര്യ തന്നെ. കൂടി വന്ന 2-3 മാസം, അതിനുള്ളിൽ ഈ ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞു പോകാൻ നിൽക്കുന്നവന് ഇനിയുള്ള ഒരേ ഒരു ആഗ്രഹം എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ഏട്ടന്റെ കൂടെ മരണം വരെ കഴിയുക. ആ മോഹം ഏട്ടനെ കണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ച് എല്ലാ തെറ്റിനും മാപ്പ് പറഞ്ഞ് ആ വീട്ടിൽ ഏത് സമയത്തും സ്വാതന്ത്ര്യത്തോടെ കയറിച്ചാനുള്ള അനുവാദവും വാങ്ങി വന്നിരിക്കുകയാണ് ഞാൻ. ഇനി എനിക്ക് മരണത്തെ വരവേറ്റാൽ മാത്രം മതി. കാരണവരെ, നിങ്ങൾക്കിത് ദൈവം അറിഞ്ഞു തന്ന ശിക്ഷ. ആ കുടുംബത്തോട് നിങ്ങൾ ചെയ്ത ദ്രോഹങ്ങൾക്ക് ദൈവത്തിന്റെ നീതിന്യായ കോടതിയിൽ നിന്നുള്ള ശിക്ഷ. ഇത് നിങ്ങൾ അനുഭവിച്ചു വെക്കൂ. ഇത് കണ്ട് ഇനിയെങ്കിലും നീ നന്നായാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ നീ കണ്ടില്ലേ, വെട്ടിപ്പിടിച്ച് കൂട്ടിയതും തട്ടിപ്പറിച്ച് കൂട്ടിയതും എല്ലാം തിരിച്ചു കൊണ്ടുപോകാനാവാതെ മരണത്തിന് കീഴടങ്ങാൻ പോവാണ്. ഈ അവസാന നിമിഷത്തില് ചെയ്തതെല്ലാം തെറ്റായി പോയിന്ന് സ്വയം ഒരു തോന്നലുണ്ടാവുന്നുണ്ടാ? ഒരു പശ്ചാത്താപം. അതിന് ഏറ്റവും നല്ല സ്ഥലം ഇനി ഇത് തന്നെയാ, ദൈവീകം. ഇവിടുത്തെ പ്രാർത്ഥനയിലൊക്കെ ഒന്ന് പങ്കുകൊണ്ടാൽ കുറച്ച് ആശ്വാസം കിട്ടും. ആ പിന്നെ കണ്ടു മനസ്സിലായിക്കോ, ഇപ്പോഴേ പശ്ചാത്താപം തോന്നി തുടങ്ങിയ ആയുസിന് കോട്ടം തട്ടത്തില്ല. ശരിയെന്നാ. അപ്പൊ കൂടെ നിൽക്കാമെന്നോ ആ കുടുംബം തകർക്കാമെന്നോ ഒരുമിച്ച് നിന്ന് പക വീട്ടാമെന്നോ ഒക്കെ പറഞ്ഞ് എന്നെ വെറുതെ മോഹിപ്പിക്കായിരുന്നല്ലേ? എന്തിന്? ഇങ്ങനെ ഒരു അസുഖത്തിന്റെ കാര്യം പറഞ്ഞല്ലാതെ ഞാൻ പിന്നെ എങ്ങനെയാണ് സുസ്മിതയെ ആ വീട്ടിലേക്കൊന്ന് കയറുന്നത്? സത്യസന്ധമായി ഏട്ടാന്ന് വിളിച്ച് ചെന്നാല് എന്നെ ആ വീടിന്റെ പരിസരത്തേക്ക് അടുപ്പിക്കുവോ? ഒരിക്കലും അടുപ്പിക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ആ വീട്ടിൽ കയറിപ്പറ്റാനുള്ള എന്റെ ബുദ്ധി അതൊന്നു മാത്രമായിരുന്നു, ഈ ക്യാൻസർ രോഗം. അപ്പൊ ഈ പറഞ്ഞതെല്ലാം ശുദ്ധ തട്ടിപ്പ്. എന്റെ ഈ ബുദ്ധിയിൽ വിരിഞ്ഞ ഒരു കൊച്ചു ഐഡിയ. വീട്ടിൽ കയറിപ്പറ്റിയാ പിന്നെ ആക്രമണം എളുപ്പമായി. രോഗിയാണെന്ന പരിഗണനയും കൂടെ കിട്ടുമ്പോ അവസരങ്ങൾ കൂടും. കിട്ടും. എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് വീണ്ടെടുക്കണം. അതിനെന്ത് കളിയും ഞാൻ കളിക്കും. ഇപ്പഴേ എനിക്ക് സമാധാനമായത്. എനിക്കെന്റെ ചിറകുകൾ കരിഞ്ഞുപോയ അവസ്ഥയായിരുന്നു. അങ്ങനെ പെട്ടെന്നൊന്നും ആ ഉടയ തമ്പുര എന്നെ വിളിക്കില്ല സുസ്മിതയെ. ശാലിനിയുടെ പതനം അത് കൺമുമ്പിൽ കണ്ടിട്ടേ ഈ ഉപേന്ദ്രൻ മലേഷ്യയിലേക്ക് പോകൂ. സത്യഭാമയുടെ കണ്ണുനീര് എന്റെ ഈ കാക്കൽ വീഴണം. പിന്നെ എന്റെ ഏട്ടന്റെ പട്ടടയും. അതിൽ കൊള്ളിവെക്കാനുള്ള ഭാഗ്യം കൂടി ഉണ്ടായാൽ 100 നന്ദി. ഇത് നമ്മുടെ 2ാം വരവാണെങ്കിൽ ഒരു ശക്തിക്കും നമ്മളെ തളച്ചിടാനാവില്ല. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് സത്യഭാമയുടെ വീട് അതൊരു നാഥനില്ല കളരിയാ. വിഷ്ണു എന്ന നാഥനില്ലാത്ത കളരി. രാജ്യത്തെ രക്ഷിക്കാൻ വലിയ പടത്തലവൻ ഇല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ അവസ്ഥ എന്താവും? അധോ ഗതി. വിഷ്ണു ഇല്ലാത്ത ദുഃഖം കൂടിയാവുമ്പോ മനസ്സും ഒന്ന് പതറും. ഈ അനുകൂല ഘടകങ്ങൾ മുതലെടുത്തുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടി സത്യഭാമയുടെ രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പോകുന്നു. അതിന്റെ ആദ്യ ചുവടുവെപ്പാവട്ടെ നമ്മുടെ ഈ ഒത്തുചേരൽ. ഉപേന്ദ്രന് നഷ്ടപ്പെട്ട ആ രാജ്യം ഈ യുദ്ധത്തോടെ നമ്മൾ സ്വന്തമാക്കിയിരിക്കും. അതിന് ഈ ആശ്രമാന്തരീക്ഷം നമ്മളെ സഹായിക്കും. ദാ എന്റെ ഈ വേഷം. ഇത് സുസ്മിതയുടെ വാക്ക്. ശാലി 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 ശാലി
ശാലിനി 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 അയ്യോ ഉപദ്രവിക്കല്ലേ, ഞാൻ ശത്രുവല്ല. ആരാ നീ? ഞാൻ നീലൻ. നീ എന്തിനാ എന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്? നീ ആരാ? പറയടാ. പറഞ്ഞില്ലെങ്കിൽ നിന്റെ മൂക്കിടിച്ചാൻ പറ്റും. ഞാൻ സാറിനെ തിരക്കി തന്നെ വന്നതാ. പറയാനൊരു സാവകാശം കിട്ടാൻ വേണ്ടി പിന്നാലെ നടന്നതാ. സാറ് തിരക്കുന്ന സാറിന്റെ ഭാര്യ ഞങ്ങളുടെ കൂടെ ഉണ്ട്. എന്റെ ഭാര്യയോ? ആ, സാറിന്റെ ഭാര്യ തന്നെ. അയ്യോ കടവുളെ, അമ്മ 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 കണ്ണു തരാമ്മ. അമ്മ എന്നാச்சு? എന്നമ്മ என்ன பத்தியம்மா கால்ல சொல்லம்மா. ശാലിനി ഇപ്പൊ എവിടെയുണ്ട്? ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് എന്റെ വീട്ടിലുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? എനിക്ക് എന്റെ ബാഗ് എടുക്കണം, വണ്ടിയിലാണ്. അതിനെന്താ, അതെടുത്തിട്ട് പോവാം സാറേ. നിർമ്മലേ, എവിടെയാടി നിന്റെ മോള്? വിളിക്കടി അവളെ. അല്ല എന്താ മഹേട്ടാ, എന്താ കാര്യം പറ. നിന്നോട് പറയേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയും, അല്ലെങ്കിൽ പിന്നെ അവളെ വിളിക്കാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആ വന്നല്ലോ, ഇങ്ങോട്ട് മാറിക്കടി.